ഹലോ, അപ്പോൾ സൺഡേ ആയിട്ടൊന്നൊരു ചെറിയൊരു ട്രിപ്പിന് ഇറങ്ങിയതാണ്. അത്ര ദൂരമൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ, തമിഴ്നാട് അടുത്ത് തന്നെ ഒരു നെട്ട എന്ന് പറഞ്ഞ പ്ലേസ് നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. വളരെ ബ്യൂട്ടിഫുള്ളാണ്. ട്രിവാൻഡ്രത്ത് ഒക്കെ ഉള്ളവർക്ക് ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ഒരു 3 മണിക്ക് ശേഷം ഇറങ്ങി. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, കമോൺ. പോകുന്ന വഴിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ നിർത്തിയപ്പോൾ അവിടെ ഈ ചുടക്ക് തക്കാളി ഇരിക്കും. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ള ടക്ക് ടക്ക് നെറ്റിയിലൊക്കെ വെച്ച് പൊട്ടിക്കുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി. അങ്ങനെ കുറച്ച് വാങ്ങിച്ചു. അപ്പോൾ ഞാനത് പൊട്ടിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അത് പൊട്ടി. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തി. അപ്പോൾ കാറ് പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ തന്നെ നിന്നു. ബാഗിൻ്റെ അകത്ത് ഞാൻ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിള്ളേർക്ക് എപ്പോഴാണ് ദാഹം വരുന്നത് അറിയില്ല. അടിപൊളി സ്ഥലമാണ് കേട്ടോ, അടിപൊളി. ഇത് ദൂരം നിന്നുള്ള ഒരു വ്യൂ ആണേ. ഞങ്ങളെ എല്ലാവരും ഇറങ്ങുന്ന അതേ സ്പോട്ടിലല്ല ഞങ്ങൾ ഇറങ്ങിയത്, കുറച്ച് ഇപ്പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് ഇവിടുത്തെ കുറേ സ്ഥലങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒന്ന് കുളിക്കാനൊക്കെ കരുതിയാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ ടവലും ഉണ്ടോ ഈ വീടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിയ, ഇനി വരുന്നവർക്കാണെങ്കിൽ കുളിക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ സൈഡിൽ കൂടെ ഇറങ്ങിയാൽ മതി, അങ്ങ് അറ്റത്തൊന്നും പോകണ്ട. എല്ലാവരും ഉള്ള സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര റഷായിരിക്കും. അങ്ങോട്ട് ഇറങ്ങി പതുക്കെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു. അപ്പോൾ അവിടെ വന്ന സമയത്ത് ഏതോ ഒരു ആൾക്കാർ കുറച്ച് സ്നാനമൊക്കെ ചെയ്യുന്നത് കണ്ടായിരുന്നു. അവരുടെ മതവിശ്വാസത്തിൽപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ്, അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. ഞങ്ങളപ്പോൾ അവരെയൊന്നും ശല്യം ചെയ്യാതെ സൈഡിൽ കൂടെ അങ്ങോട്ട് നടന്ന് അകത്തോട്ട് കയറി കുറച്ച് ഉള്ളിലോട്ട് പോകണം. ഉള്ളിലോട്ട് പോയി സേഫ് ആണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇത്രയും പേരുള്ളതുകൊണ്ട് നമുക്കതൊരു അൺസേഫായിട്ട് തോന്നിയിട്ടില്ല. നല്ലതല്ലേ. ഒരു 100 കാണുന്നുണ്ടോ അങ്ങ് അറ്റത്ത്, അവിടെ കുറേ ആൾക്കാരുണ്ട്. അവിടെ എല്ലാവരും വരുന്ന പ്ലേസാണ്. പക്ഷെ അവിടെ നമുക്കിങ്ങനെ കുളിക്കാനൊന്നും പറ്റില്ല. കുളിക്കാം, പക്ഷേ ഭയങ്കര റഷ് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര മടിയായിരിക്കും. ഇവിടെ ആകുമ്പോൾ പിന്നെ ഇതാണ് ഞാൻ പറയുന്നുണ്ടല്ലോ, അവരെന്തോ അപ്പൂപ്പൻ അവിടെ എന്തോ സ്നാനമൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ വിശ്വാസത്തിൻ്റെ എന്തോ സംഭവമാണ്. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം നോക്കിയിട്ട് നമുക്ക് എവിടെയാണ് പറ്റിയ സ്പോട്ടെന്ന് നോക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മുടെ കറക്റ്റ് സ്പോട്ട് കിട്ടി. അവിടെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. 2-3 അവിടുത്തെ ലൊക്കാലിറ്റിയിലുള്ള 2-3 പയ്യന്മാരൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരപ്പോൾ തന്നെ അങ്ങ് പോയി. പിന്നെ ഞങ്ങളെ ഒരു സ്ഥലമായിരുന്നു അത്, അടിച്ച് പൊളിച്ചു. വെള്ളം കണ്ടാൽ പിന്നെ എൻ്റെ മക്കൾ ഭയങ്കര ബഹളമാണ്. ഡയപ്പറൊക്കെ ഇട്ടുകൊണ്ടാണ് അവിടെ കിടന്ന് ചാടുന്നത്. പിന്നെ അവിടെ അവർ ഭയങ്കര പൊളിക്കുവാണ്. ഞാൻ പിന്നെ ഡ്രസ്സ് കൊണ്ടുവന്നില്ല കേട്ടോ വേറെ, അതുകൊണ്ട് ജീൻസാണ് ഇട്ടുകൊണ്ട് പോയത്. അത് നനഞ്ഞാൽ സീനാവും. പിന്നെ പിള്ളേരുള്ളതുകൊണ്ട് എനിക്കിതിലൊന്നും ഇറങ്ങാൻ കഴിയില്ല. ഭയങ്കര ഇഷ്ടമാണ് ഇറങ്ങാനൊക്കെ, കാരണം അവരെപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതെന്നൊക്കെ എനിക്ക് നോക്കണം. അതുകൊണ്ട് ഞാൻ അവരെ കൂടുതൽ കെയർ ചെയ്യാനാണ് നോക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഡാമിലെ വെള്ളമല്ലേ, നല്ല വെള്ളമാണ്, പക്ഷെ നല്ല ആഴമുണ്ട്. അപ്പം ഡേഞ്ചറസ് ആണ്. ഞങ്ങൾ അകത്തോട്ടൊന്നും പോയില്ല, കുറച്ച് ഫ്രണ്ടിൽ നിന്നാണ്. ഈ കഴുത്തിന് മുകളിൽ വെള്ളം നിൽക്കുന്ന ആ ഒരു ഏരിയ തന്നെയാണ് നിന്നത്. അകത്തോട്ടൊന്നും പോയില്ല. ആദ്യമേ പറഞ്ഞിട്ട് പോയി, കൂടുതൽ നീന്താനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് മുങ്ങിക്കുളിക്കണം. എൻ്റെ അനിയൻ കുറേ ദിവസത്തിന് ശേഷം നാട്ടിൽ വന്നപ്പോൾ അവനൊന്ന് മുങ്ങിക്കുളിക്കണം, ആറ്റിലൊക്കെ മുങ്ങിക്കുളിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹം വന്നു. അപ്പം ഞങ്ങളൊരു പെട്ടെന്നൊരു ട്രിപ്പായിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ബ്രദറിനിലോ ഈ തമിഴ്നാടാണ്, അവൻ്റെ കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒട്ടുമിക്ക നല്ലപോലെ അറിയാം. അങ്ങനെ ഓരോ ഊട് വഴികളൊക്കെ നമ്മൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങളിവിടെ നെട്ടയിൽ വന്ന് അടിച്ച് പൊളിച്ചു. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു 4 മണി 4:45 പോലും ആയില്ല, അതിനു മുമ്പ് അവിടെ എത്തി. പിന്നെ സെൽഫീസ്, വീഡിയോസ്, കുറേ അലമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇലൈനെ പിന്നെ നിമ്മൂൻ്റെ തലയുടെ മുകളിലൊക്കെ കയറ്റി അവളെ ഇരുത്തിയിട്ട് അവളെ ഡയപ്പറാണെങ്കിൽ വെള്ളം നിറഞ്ഞങ്ങ് പേറ്റുവി ഇരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ഡയപ്പറൊക്കെ കുട്ടികളുണ്ടാകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
ഡയപ്പർ നിറഞ്ഞ് വലുതാകും. അവിടെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അതൊന്നും വലിച്ചെറിയാതിരിക്കുക. അതൊക്കെ നിങ്ങളുടെ റിസ്കിൽ തന്നെ എടുത്ത് കവറിലൊക്കെ ഇട്ട് വീട്ടിൽ കൊണ്ടുപോകുക, അങ്ങനെയൊക്കെ ചെയ്യുക. നശിപ്പിക്കരുത്. കാരണം ഇതുപോലുള്ള നല്ല നല്ല സ്ഥലങ്ങൾ ആൾക്കാർ കൂടുതൽ വരുമ്പോഴാണ് നശിക്കുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ എവിടെ ട്രിപ്പ് പോയിരുന്നാലും കുറേ കവർ കയ്യിൽ കരുതും. പിന്നെ വൈപ്സ് കാര്യങ്ങളെല്ലാം കയ്യിൽ കൊണ്ടേ നടക്കും. പിന്നെ ആദുവിനെ കുറച്ച് ഫ്രണ്ടിലോട്ട് അവരുടെ അടുത്തോട്ട് വിട്ടു. അവനൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് സ്വിമ്മിങ് ചെയ്യിപ്പിക്കുന്നതാണ്. സ്വിമ്മിങ് ഒന്നും അറിയില്ല, വെറുതെ അവനതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ആദ്യം അവന് വെള്ളത്തിലൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഞാൻ അവനെ തല നനച്ചില്ല, കാരണം പെട്ടെന്ന് ജലദോഷം വരുന്നതല്ലേ. ജസ്റ്റ് ഒന്ന് ദേഹം മാത്രം ഒന്ന് ടവലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് കഴുകിയെടുത്തു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇറങ്ങി, ഫുൾ ചേഞ്ചൊക്കെ ചെയ്തു, ഡ്രൈ ആക്കി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇത്രയും ഒരു 1:30 മണി, കറക്റ്റ് 6 മണി ആ ടൈം ആകാറായപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ ചിത്രാൾ ഡാം എന്ന് പറഞ്ഞ പ്ലേസ് ഉണ്ട്. അപ്പോൾ അത് സൂപ്പറാണ് കേട്ടോ, അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് ഇനി പോകുന്നത്. ഓക്കെ, അവിടെ പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഞങ്ങൾ വീണ്ടും കറി കയറിയിട്ട ചുടക്ക് തക്കാളി വീണ്ടും എടുത്ത് വെറുതെ പൊട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും അത് വെറുതെ ഇലുവൊക്കെ വെറുതെ ഇങ്ങനെ ഒക്കെ ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, കുറേ ശ്രമിച്ചു നോക്കി കേട്ടോ. അപ്പോൾ കണ്ട സൺസെറ്റ് ആകാറായ ആ ഒരു നല്ലൊരു ഭംഗിയിൽ കിടക്കുവാണ്. പിന്നെ ഞങ്ങളും പറഞ്ഞില്ല, ചിത്രാൾ ഡാമിൻ്റെ ആ വഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഈ വഴിയെന്ന് വെച്ചാൽ 2 സൈഡിലും കൊക്കോ മരങ്ങളും പിന്നെ നിറയെ പൈനാപ്പിൾ കൃഷിയുമാണ്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ. ഞാനിത് കുറച്ച് സ്പീഡിൽ, വീഡിയോ ഭയങ്കര ലെങ്തി ആവാതിരിക്കാൻ വേണ്ടി സ്പീഡിൽ അങ്ങ് ഇടുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ അവിടെ നിന്നൊരു ഒരു 5 കിലോമീറ്റേഴ്സ്, നെട്ടാ ഡാമിൽ നിന്നൊരു 5 കിലോമീറ്റേഴ്സ് നമ്മളിവിടെ ചിത്രാൾ എന്ന് പറയുന്ന ഇവിടെ എത്തുന്നു. നമ്മൾ ഡാമിൻ്റെ അങ്ങേറ്റത്ത് ഇതിലും പോയിട്ടില്ല. ഞങ്ങൾ ഇവിടെ ഈ റിസർവെയർ ഇല്ലേ, അതിൻ്റെ അടുത്ത് തന്നെ നിന്നത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ, നല്ല രസമാണ്. ഇവിടെയൊക്കെ ഒരു ഈവനിങ് വാക്കിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ വേറെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫ്രീ ആണ്. രാത്രിയാകുമ്പോൾ അവർ പൂട്ടും, നമുക്ക് ആർക്ക് വേണം. അപ്പോൾ ഭയങ്കര തിരക്കൊന്നുമില്ല, ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ഇരിക്കാനൊക്കെ നല്ല രസമാണ്. ഈ 2 സൈഡിലും പിള്ളേർക്കൊക്കെ നടക്കാനും, അത് വേറെ വണ്ടിയൊന്നും വരില്ലല്ലോ, വേറെ അപകടങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ വന്ന സ്ഥിതിക്കൊന്ന് ഒരു സ്ലോ മോഷനൊക്കെ ഇട്ടൊരു വീഡിയോ ഒക്കെ എടുപ്പിച്ചു. നല്ല പ്ലേസ് എന്ന് വെച്ചാൽ അടിപൊളി പ്ലേസാണ്. സത്യം പറഞ്ഞാൽ നെട്ടാ ഡാമിൽ വരുന്നവർ ആരായിരുന്നാലും ഇവിടെ എന്തായാലും വരണം, ഇത് മിസ് ചെയ്യരുത്. സൂപ്പറാണ്, ഒരു കാമായിട്ടുള്ളൊരു പ്ലേസാണ്. വെരി വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും.
സൺസെറ്റ് കാണാൻ വേണ്ടി മുകളിലോട്ട് വന്നിരുന്നു. സൺസെറ്റ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. സൺസെറ്റ് കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ നിന്ന് ഒരു വൈബിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഒരു രസമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്ന് അവിടെ സ്പെൻഡ് ചെയ്യും. നല്ല രസമായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് വെച്ചാൽ ഈ പേച്ചിപ്പാറ റൂട്ടൊക്കെയാണ്. പേച്ചിപ്പാറ, പാർവതിപുരം ആ റൂട്ടിലൊക്കെയാണ് കേട്ടോ പോകാൻ പോകുന്നത്. അപ്പോൾ പേച്ചിപ്പാറ എത്തിയപ്പോൾ അവിടെ ഒരു തട്ടുകടയിൽ നിന്ന് ഞങ്ങൾ നല്ല ചൂട് മുളക് ബജിയും ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ച് നേരെ തിട്ടുവിള എന്നുള്ള സ്ഥലത്തെത്തി. അവിടെ ഒരു സൂപ്പർ റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ, നിയാസ് ചിക്കൻ കോർണർ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. അങ്ങനെ ഞങ്ങളവിടെ ഒരു ചെറിയൊരു കടയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്നു. അപ്പോൾ ഇലയിനാക്കെന്ന് വെച്ചാൽ പ്രത്യേക ഒരു സീറ്റും ഇലയും വേണം, എന്നാലേ അവൾ ഹാപ്പി ആവുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവൾക്ക് ഒരു ഇടിയപ്പം വാങ്ങിക്കൊടുത്തു. ഞങ്ങളെല്ലാവരും കൊത്തു പൊറോട്ടയാണ് പറഞ്ഞത്. കൊത്തു പൊറോട്ട റെഡി ആവുന്ന സമയം വരെ എല്ലാവരും ഓരോ പൊറോട്ട കഴിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ പൊറോട്ട എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റും ഭയങ്കര ക്രിസ്പി, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ പൊറോട്ടയും. പിന്നെ ഇതാണ് അവരുടെ ബീഫ് പേരൊക്കെ പറയാറ്, സാൾനയോ അങ്ങനെ, ചിക്കൻ ഫ്രൈ, ഇതൊക്കെ നമ്മൾ കുറേ തീരാറായി കേട്ടോ. പിന്നെ കൊത്തു പൊറോട്ടയൊക്കെ കഴിച്ചു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ ഫുഡായിരുന്നു, ഒരു രക്ഷയില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മളതുകൊണ്ട് ഇതുപോലത്തെ സ്ഥലത്ത് വരുമ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ എല്ലാം എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ ഞങ്ങൾ പോയെന്ന് വെച്ചാൽ ഒരു കൊടും കാടിനുള്ളിലൂടെയാണ്. അയ്യോ, അതെന്ന് വെച്ചാൽ ഈ പാർവതിപുരം റൂട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രദർ പഠിച്ചിരുന്ന കോളേജൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ ആ റൂട്ട് പോയതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു. ഭയങ്കര ഒരു ഹോണ്ടിങ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. ഞാനതുകൊണ്ട് കാറിൽ നിന്ന് വെളിയിറങ്ങില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ പോയി. അവരവിടെയൊക്കെ പോയി ആ കോളേജിൽ ഇപ്പോൾ അവിടെ ആരൊക്കെയൊക്കെ താമസിക്കുന്നുണ്ട്, പരിചയത്തിലുള്ള അവരൊക്കെ ജസ്റ്റ് കണ്ടു. ഞങ്ങൾ തിരിച്ചു. ഇത്രയൊക്കെ ഉള്ളായിരുന്നുള്ളൂ ഇന്നത്തെ യാത്ര. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മൾ വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് പോയതാണേ, ഇന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊന്നുമല്ല. എന്തായാലും സൂപ്പറായിരുന്നു. അപ്പോൾ വേറൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.